അഴകിയ രാവണിൽ അമ്പുജാക്ഷം കഥ പറയുന്ന പോലെ ഒരു വലിയ കോടീശ്വരൻ, കാശിൻ്റെ കുന്തളിപ്പുള്ള കോടീശ്വരൻ. നമ്മളൊരു കടയിൽ ചെന്ന് കയറിയിട്ട് ഒരു പെർട്ടിക്കുലർ സാധനം നോക്കുന്ന സമയത്ത് അവിടുത്തെ കടയിലെ സ്റ്റാഫോ ഓണറോ വന്നിട്ട് ഇതൊന്നും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവിടെയുള്ള ഏറ്റവും വില കൂടിയ സാധനം വാങ്ങിച്ച് ഹീറോയിസം കാണിക്കുക എന്ന് പറയുന്നത് അതൊരു മിഡിൽ ക്ലാസ്സുകാരൻ്റെ ഇൻസെക്യൂരിറ്റി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവൻ പുച്ഛിച്ചെങ്കിൽ അവനൊരു കസ്റ്റമറെ പോയി അവന് നഷ്ടം ഉണ്ടാവട്ടെ എന്നല്ലേ ചിന്തിക്കേണ്ടത്, അല്ലാതെ അവന് ലാഭം ഉണ്ടാക്കി കൊടുത്തിട്ടാണ് പ്രതികാരം ചെയ്യേണ്ടത്. പക്ഷേ ആ ഇൻസെക്യൂരിറ്റി ഉള്ള അതാണ് മാസം എന്ന് വിശ്വസിക്കുന്ന ഇതൊരു ഹോട്ടലിൽ കയറി അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ടായി. അന്ന് ആ ഹോട്ടൽ മുഴുവൻ ഞാൻ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുന്നു എന്ന് പറയുന്ന അജാതി കാശിൻ്റെ കുന്തളിപ്പുള്ള ഒരു കൊക്കോടീശ്വരൻ മാസത്തിൽ 2-3 ദിവസം വിദേശ രാജ്യങ്ങളിലൊക്കെ പോകാറുണ്ട് പുള്ളിയുടെ ചില ആവശ്യങ്ങൾക്കായിട്ട്. പക്ഷേ ആൾ ഭയങ്കര കഴിവുള്ള ആളാണ്, വൻ വെടിവെപ്പാണ്. എന്ന് വെച്ചാൽ ഒളിമ്പിക് ഗോൾഡ് മെഡലൊക്കെ സ്വന്തം വീട്ടിലേക്ക് അമ്മയ്ക്ക് വേണ്ടി മാത്രം അങ്ങനെ സിമ്പിളായിട്ട് പോയി നേടിക്കൊണ്ടുവരുന്ന ഒരു പ്രത്യേകതരം മനുഷ്യൻ. പുള്ളിക്ക് ഒരുപാട് പ്രിൻസിപ്പൾസ് ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ക്യൂട്ട്നെസ് വാരി വിതറിക്കൊണ്ട് ഒരു പെൺകുട്ടി കടന്നു വരികയാണ്. അവൾക്കങ്ങനെ ലക്ഷ്യബോധമൊന്നുമില്ല, അങ്ങനെ ജീവിച്ചു പോകുന്ന സാധാരണ ഒരാൾക്കൊക്കെ ഉള്ള, നമുക്കൊക്കെ ഉള്ളത് പോലത്തെ കുഞ്ഞു കുഞ്ഞു പ്ലാൻസ് ഒക്കെ ഉള്ള ഒരാൾ. പിന്നീട് അയാളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു, ഇതാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. പക്ഷേ ക്യൂട്ട്നെസ്സിനും ക്രിഞ്ചിനും ഇടയിലുള്ള ഒരു പാത എന്ന് പറഞ്ഞാൽ ഒരു നൂൽപാതയാണ്. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ വീണാൽ മതി, നമ്മൾ എഞ്ചിനും തവിട് പൊടി എന്ന് പറയുന്ന ഒരു സാധനമാണ്. പക്ഷേ മമിത ബൈജു അത് നല്ല സ്കെയിലിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് മമിത ക്രിഞ്ചാവുന്നതായിട്ട് ഫീൽ ചെയ്തില്ല. ദാറ്റ് വാസ് ഓക്കെ. അതായത് സൗത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് തമിഴ് തെലുങ്ക് സിനിമകളിലൊക്കെ നടിമാർ വന്ന് കാണിക്കുന്ന ക്രിഞ്ച് പരിപാടികളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഷീ ഡിഡ് ഗുഡ്. പിന്നെ എനിക്ക് മമിതയെ സ്ക്രീനിൽ കാണുമ്പോഴുള്ളൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർക്കൊന്നും ചെയ്തിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഈ ഒരുപാട് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് കിടന്ന് മെനക്കെട്ടിട്ടില്ലാതെ അങ്ങനെ അവതരിപ്പിക്കപ്പെടുന്ന ഒരു നായിക, അതും വളരെ കോൺഫിഡൻ്റായി അവതരിപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമായിരുന്നു. ഇന്ന് മമിതേനെ സൂര്യയുടെ കൂടെ കാണുന്ന സമയത്ത് ഞാൻ ആലോചിച്ചത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഡാഗ്നി എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടപ്പോൾ അതിൽ അജു വർഗീസിൻ്റെ പേരായിട്ട് വരുന്ന പെൺകുട്ടി നല്ല രസമുണ്ടല്ലോ, നന്നായി ചെയ്യുന്നുണ്ടല്ലോ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടീനെ പിന്നെയും കുറേ കുഞ്ഞു കുഞ്ഞു സിനിമകളിൽ കണ്ടു. ഇപ്പോൾ ഒരു സൂര്യയുടെ നായികയായി വിജയ്ക്ക് ഒപ്പം നായിക പ്രാധാന്യമുള്ള വേഷം ചെയ്ത് അങ്ങനെ വളർന്ന് നിൽക്കുമ്പോൾ അതൊരു സന്തോഷമാണ്, അഭിമാനമാണ്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, മലയാളത്തിൻ്റെ മമിത ബൈജു എന്നൊക്കെ പറഞ്ഞ് അവർ പോസ്റ്റർ അടിക്കുക എന്തോ ചെയ്തു. എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നു, സൂര്യ നമ്മുടെ ആളല്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ മലയാളിക്ക് അഭിമാനിക്കാവുന്ന എന്ന് വെച്ചാൽ നമ്മുടെ പേര് ചീത്തയാക്കാതെ ഒരു ക്യൂട്ട്നെസ് ഇടേണ്ട വേഷത്തിനെ രസമായിട്ട് അവതരിപ്പിച്ചു എന്നാണ് എനിക്ക് മമിതയുടെ പെർഫോമൻസിൽ ഫീൽ ചെയ്തത്. ആൻഡ് സൂര്യ സിനിമ തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റ് എഴുതി കാണിക്കുന്നത് ദി വൺ സൂര്യ എന്നോ അങ്ങനെയാണ്. അതെ, സൂര്യയെ പോലെ സൂര്യ ഉള്ളൂ. ഒരു ഗംഭീര ആർട്ടിസ്റ്റാണ് അയാൾ. ഇമോഷണൽ സീക്വൻസുകൾ ഈ സിനിമയിൽ ചെയ്യുന്ന സമയത്ത് ഈ ഇമോഷണലും ക്രിഞ്ചും നേരത്തെ പറഞ്ഞ പോലെ ഒരു തിൻ ലൈനാണ്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകും. പക്ഷേ സൂര്യ അത് ചെയ്തിരിക്കുന്നത് അടിപൊളിയാണ്. നല്ലോണം ക്രിഞ്ചടിച്ചു എനിക്ക്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പടം ക്രിഞ്ചോട് ക്രിഞ്ചാണ്, ക്രിഞ്ച് ഫെസ്റ്റാണ്. പക്ഷേ അതിനെ ആ ഒരു എന്താ പറയുക, നമുക്ക് ഈ വെറുത്തിട്ട് ഇറങ്ങിപ്പോകുന്നതിന് പകരം അവിടെ ഇവിടെയൊക്കെ നമുക്ക് കണക്റ്റായിട്ട് ഈ സിനിമയെക്കുറിച്ച് സിമ്പിളായിട്ട് പറയാൻ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഭയങ്കര പടമൊന്നും ഞാൻ പറയില്ല, ഭയങ്കര ലോ പടമൊന്നും പറയില്ല. നമുക്ക് പോപ്കോണൊക്കെ കഴിച്ച് ഫാമിലി ആയിട്ട് കുറച്ച് ക്രിഞ്ചാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്താ അതിനിപ്പോൾ എന്താ കുഴപ്പം? നല്ല ഇമോഷണൽ സാധനങ്ങളൊക്കെ അല്ലേ, നല്ല പെർഫോമൻസ് അല്ലേ, നല്ല മ്യൂസിക് അല്ലേ, നല്ല വിഷ്വൽ അല്ലേ എന്ന് വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഇരുന്ന് കാണാൻ പറ്റുന്നൊരു സിനിമ, ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമ എന്നാണ് വിശ്വനാഥ് ആൻഡ് സൺസ് എനിക്ക് ഫീൽ ചെയ്തത്. ബാക്ക് ടു സൂര്യ കോമഡി കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഭയങ്കര രസമുള്ള കുറച്ച് സാധനങ്ങളുണ്ട്, ക്യൂട്ടായിട്ടുള്ള കോമഡി സാധനങ്ങൾ. അത് സൂര്യ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഗംഭീരമായിട്ടാണ്. അയാളിലെ മാസ് ഓറയെ നല്ലോണം ഉപയോഗിക്കുന്ന ഫൈറ്റ് സീക്വൻസുകൾ സിനിമയിലുണ്ട്. അതും ഭയങ്കര രസമായിരുന്നു. എന്ന് വെച്ചാൽ മറ്റേ അലറി വിളിച്ച് കാങ്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങേര് കാണിച്ചു കൂട്ടിയത് വെച്ച് നോക്കുമ്പോൾ സൂര്യ നമുക്ക് ഇങ്ങനെയൊക്കെ കാണണം, ഇങ്ങനെയും കൂടി കാണണം. അങ്ങനെ നല്ല രസമായിട്ടുള്ള ഫൈറ്റ് സീക്വൻസുകളുണ്ട്. ഇമോഷണൽ സീൻ, എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇമോഷണലി കണക്റ്റായ ഒരു സീക്വൻസ് സൂര്യ ഒറ്റയ്ക്ക് പെർഫോം ചെയ്യുന്നു. അവിടെ വേറെ ആരുമില്ല. അതങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ സീൻ അങ്ങനെ ബിൽഡ് ആവാൻ കാരണം രാധിക ശരത് കുമാറിൻ്റെ പെർഫോമൻസ് ഉണ്ട്, ഇല്ലാണ്ടൊന്നുമല്ല. പക്ഷേ സൂര്യ ഡിഡ് ഗ്രേറ്റ്. ഈ സിനിമയെ അങ്ങനെ നിർത്തിക്കൊണ്ട് പോകുന്നത്, നേരത്തെ നമ്മൾ പറഞ്ഞ ക്രിഞ്ച് ഫെസ്റ്റ് ആവുന്ന സീക്വൻസുകൾ ഉള്ളപ്പോഴും പിടിച്ചു നിർത്തുന്നത് സൂര്യയുടെയും അതുപോലെ മമിതയുടെയും കൂടിയുള്ള ആ കോമ്പിനേഷനാണ്. ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ അടുത്ത കാലത്ത് സൂര്യയ്ക്കൊപ്പം ഒരു അഭിനേത്രി നിന്ന് പെർഫോം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സിങ്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എനിക്ക് ഈ സിനിമയിലാണ്. ലാസ്റ്റ് വന്നിട്ടുള്ള കങ്കുവയൊക്കെ ആലോചിക്കുമ്പോൾ ദിസ് ഇസ് ഗ്രേറ്റ് മാൻ. അവർ മാത്രമല്ല, ഈ സിനിമയിലെ എല്ലാവരും പെർഫോമൻസ് വൈസ് നന്നായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് വിഷ്വൽസ്, ഗ്രാൻഡ് വിഷ്വൽസാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാശിൻ്റെ കുന്തളിപ്പെന്ന് പറയില്ലേ, എല്ലാം വലുതാണ്. അതായത് ഈ വീട്ടിൽ ഈ സിനിമയിൽ ആ വീട്ടിലെ ഒരു മുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടർഫാക്കാം.
അത്രയും വലിയ മുറികളുള്ള, ഞാനിത് മറ്റേ കളിയായിട്ട് അങ്ങനെ പറയല്ല, അമ്മ അതിൽ റിച്ച് ഒരു ക്യാരക്ടറാണ്. അവർ അഡ്മിറ്റ് ആവുന്ന ഹോട്ടൽ മുറി പോലും കിടക്കുകയാണ് മറ്റേ ഷീമാട്ടിയുടെ ഷോറൂം പോലെ ഇങ്ങനെ പരന്ന് വിശാലമായിട്ട്. ആ വീടിൻ്റെ പാർക്കിംഗ് സ്പേസ് എന്ന് പറയുന്നത് ഫിഫ വേൾഡ് കപ്പിനുള്ള സ്റ്റേജാണ്. അങ്ങനത്തെ റിച്ച് ആയിട്ടുള്ള വിഷ്വൽസ്, അതുപോലെ പാട്ട് സീക്വൻസുകളും. പിന്നെ ഇവരുടെ വീട്ടിലെ ആഘോഷ പരിപാടികളൊക്കെ വരുമ്പോൾ ഇത് ജ്വല്ലറിയുടെ പരസ്യമാണോ അതോ മറ്റേ സിൽക്ക് ജുബ്ബ അങ്ങനത്തെ അതിൻ്റെ പരസ്യമാണോ എന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുമായിരുന്നു. കാര്യം അങ്ങനെയാണ്. സ്ത്രീകൾ ആഭരണങ്ങൾ ഇട്ട് വരുന്ന സമയത്ത് ഇത് ജ്വല്ലറിയുടെ പരസ്യം തന്നെ, പുരുഷന്മാർ മറ്റേ കുർത്തയൊക്കെ ഇട്ട് വരുമ്പോൾ ഇത് മാന്യവരുടെ പരസ്യം തന്നെ എന്ന് ഫീൽ ചെയ്യുന്ന പോലെ അത്രയും റിച്ച് ആയിട്ടുള്ള വിഷ്വൽസാണ്. ഈ സിനിമയുടെ കഥയൊക്കെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനത്തെ ഒരു സ്പേസിലാണ്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു 10 സ്റ്റാർ ഹോട്ടൽ എന്നൊക്കെ പറയാവുന്ന പോലെ അമ്മാതിരി ഒരു ഹോട്ടൽ, ആ ഹോട്ടലിൽ കയറി ചെറിയ പ്രശ്നം ഉണ്ടായപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചു എന്ന് അതും ഇതിങ്ങനെ വാങ്ങിച്ചു എന്ന് പറയുന്ന പോലത്തെ കാശാണ്. അപ്പോൾ ആ കാശ് കാണിക്കണമല്ലോ. സോ വിഷ്വൽസ് തീരുമാനമായി. മ്യൂസിക്കിൻ്റെ കാര്യം വരുമ്പോൾ ജി വി പ്രകാശാണ് ചെയ്തിട്ടുള്ളത്. അതൊരു ഗ്യാരണ്ടിയാണ്. ജി വി പ്രകാശ് ഈസ് എ ഗ്യാരണ്ടി. മ്യൂസിക് നല്ല രസമുണ്ടായിരുന്നു, പാട്ടുകൾ നല്ലൊരു ഓളം ഉണ്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ പോകുന്ന സമയത്ത് ചില സ്ഥലത്ത് ആ ഇമോഷൻസ് ഭയങ്കരമായിട്ട് എടുക്കുന്ന തരത്തിലൊക്കെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അമ്മയ്ക്കൊരു താരാട്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അതായത് അമ്മ ഉറങ്ങുകയാണ്, അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് താരാട്ട് പാടുമ്പോൾ അത് ആരാ പാടുക? ഒരു കുട്ടിയാണ് പാടുക. അപ്പോൾ ഒരു കുട്ടിയാണ് അവിടെ ആ പാട്ട് പാടാൻ വേണ്ടിയിട്ട് അവർ ചൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനത്തെ കുറച്ച് രസമുള്ള സാധനങ്ങളുണ്ട് നമുക്ക് എടുത്തെടുത്ത് പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിനെ വർണ്ണിക്കാൻ പോയി കഴിഞ്ഞാൽ സ്പോയിലർ ആയിപ്പോൾ, അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. പക്ഷേ അമ്മയ്ക്കൊരു താരാട്ട് എന്ന് പറയുന്ന ആ കോൺസെപ്റ്റ് അതൊക്കെ എനിക്ക് മ്യൂസിക് വൈസ് നല്ല രസമായിട്ട് തോന്നി. ചുമ്മാ പാട്ടുകൾ ഉണ്ടാക്കുക, സിറ്റുവേഷൻസ് ഫില്ല് ചെയ്യുക എന്നുള്ളതിനപ്പുറത്ത് അതിനകത്ത് ഒരു തീം പിടിക്കാനുള്ള ഒരു ശ്രമമുണ്ട്. ആൻഡ് ഈ സിനിമയുടെ തീം അതും തരക്കേടില്ലാത്ത ഒരു പരിപാടി എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതിനകത്ത് നമ്മുടെ അനാർക്കലി മരിക്കാറൊക്കെ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരിയായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു തീം പരിപാടിയുണ്ട്. അതിനെ തെറ്റില്ലാതെ അവതരിപ്പിച്ചു. അതായത് ആളുകളെ ജഡ്ജ് ചെയ്യാതെ അവതരിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം എനിക്ക് സിനിമയിലൊരു പോസിറ്റീവായിട്ട് തോന്നി. പക്ഷേ ഈ സിനിമയിലെ ഭർത്താക്കന്മാരൊന്നും സാറ്റിസ്ഫൈഡ് അല്ല ഗൈസ്. അവരെല്ലാവരും മാസത്തിൽ കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരു 2 മാസമോ 6 മാസമൊക്കെ കൂടുന്ന സമയത്ത് ഭജനയ്ക്കെന്നൊക്കെ പറഞ്ഞ് പോയിട്ട് അവർ വേറെ പല പരിപാടികളിലും ഏർപ്പെട്ട് തിരിച്ചു വരുന്നു. ഇത് ഇവരുടെ ഭാര്യമാർക്ക് അറിയാം. അങ്ങനെ സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരുപാട് ഭർത്താക്കന്മാർ, പല ഏജ് ഗ്രൂപ്പിലുള്ളൊരു പ്രത്യേകതരം സിനിമയാണത്. അവിടെ പക്ഷേ അത് കോമഡി ആയിട്ടാണ് അവതരിപ്പിച്ചത്. ഞാൻ പറയുന്നത്, നിങ്ങൾ വിവാഹിതരായിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ബന്ധങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊന്നും അവിഹിതങ്ങളല്ല, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ വിവാഹബന്ധത്തിലേക്ക് വരുമ്പോൾ ഞാൻ വേറെ ബന്ധങ്ങൾ ഉണ്ടാക്കില്ല എന്ന് പ്രോമിസ് കൊടുത്തുണ്ടാക്കിയിട്ടുള്ള ഒരു കോൺട്രാക്റ്റാണത്. അവിടെ നിങ്ങൾ ഉണ്ടാക്കുന്നത് അവിഹിത പരിപാടികളാണ്. ആ അവിഹിതത്തിനെ ഇതിനകത്ത് വെറും ഒരു തമാശ, ചുമ്മാ പറഞ്ഞു വിടാം, അവരെന്തെങ്കിലും കാണിക്കട്ടെ എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുക. അത് പുരുഷന്മാരുടെ കാര്യത്തിൽ മാത്രം അതങ്ങനെ അവതരിപ്പിക്കുന്ന ഒരു പരിപാടി സിനിമയിൽ പലയിടങ്ങളിലും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിഹിതം എന്ന് പറയുന്നത് ആരൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞാൽ അവിഹിതമാണ്. പക്ഷേ വേറെ ചില ആൾക്കാർ പറഞ്ഞുകൊണ്ട് നടക്കുന്ന പോലെ ആണും പെണ്ണും ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ അന്യപുരുഷനും അന്യ സ്ത്രീ എന്ന് പറയുന്ന പോലെ അങ്ങനെയൊന്നും ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല. ഈ സിനിമ ആ ജഡ്ജ്മെൻറ്റിലേക്ക് പോകുന്നില്ല. പിന്നെ മര്യാദാ പുരുഷോത്തമനായ നായകൻ എന്ന് പറയുന്ന ഒരു സാധനത്തിൽ നിന്ന് മാറിയിട്ട് അയാൾക്ക് അയാളുടേതായ ബലഹീനതകളുണ്ട്, അയാളുടെ സ്ട്രോങ് പോയിൻറ്റ്സ് ഉണ്ട് എന്നുള്ള രീതിയിൽ അത് രസമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ക്രിഞ്ചുകൾ സിനിമയുടെ ഫസ്റ്റ് ഹാഫിലുണ്ട്, പക്ഷേ അത് സഹിക്കബിളായിരുന്നു. കാരണം അവിടെ മമിത സൂര്യ കോമ്പിനേഷനിൽ വരുന്ന കുറച്ച് നല്ല മൊമെൻറ്റ്സ് ഉണ്ട്. രാധിക ശരത് കുമാർ ക്രിയേറ്റ് ചെയ്യുന്നൊരു ഇമോഷൻ ഉണ്ട്. അതൊക്കെ ആയിട്ട് നമ്മൾ ആ ക്രിഞ്ചുകളൊക്കെ അങ്ങ് പോട്ടേ നോക്കും. ഇയാൾ പറയുന്ന ചില കാര്യങ്ങൾ, ഇയാളുടെ പ്രിൻസിപ്പിൾസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ, പിന്നെ ഇയാൾ ഭയങ്കര ദാനധർമ്മിഷ്ടൻ എന്നൊക്കെ പറയുന്ന പോലത്തെ സാധനങ്ങൾ, ഇങ്ങനത്തെ കുറേ ക്രിഞ്ച് പരിപാടികൾ ഫസ്റ്റ് ഹാഫിൽ വരുമ്പോഴും ദാറ്റ് വാസ് ഓക്കെ. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അത് കുറച്ച് കൂടി നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നിപ്പോയി. പ്രത്യേകിച്ച് അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആയിപ്പോകും. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ക്രിഞ്ച് കുറച്ച് കൂടുന്നുണ്ടായിരുന്നു, കുറച്ച് കുറുമ്പ് കൂടുന്നുണ്ടെന്നൊക്കെ പറയുന്ന പോലെ ഇച്ചിരി അങ്ങോട്ട് കൂടിപ്പോയി. പക്ഷേ അത് അവർ സംവാട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പോപ്കോണൊക്കെ കഴിച്ച് ഫാമിലിയായിട്ട് ചുമ്മാ ഇരുന്ന് കാണുന്ന ഒരു കാഷ്വൽ വാച്ച് എന്നുള്ളൊരു രീതിയിൽ നോക്കുമ്പോൾ ദാറ്റ് വാസ് ഓക്കെ. പിന്നെ ഇമോഷണൽ കാര്യങ്ങൾ പറയുമ്പോൾ ഇതിൽ മമിതയുടെ ക്യാരക്ടറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരേണ്ട ഒരു ഇമോഷൻ അവരുടെ ക്യാരക്ടറിനെ തുടക്കത്തിൽ കാണിക്കുമ്പോൾ ഒന്നുമില്ല. പക്ഷെ അത് അവിടെ ഉണ്ട് എന്ന് അഡ്രസ്സ് ചെയ്യുന്നൊരു നായകനെ നമ്മൾ കാണുന്നുണ്ട്. സൂര്യയുടെ ഡയലോഗിലാണ് ആ ഇമോഷൻസ് പുള്ളി അഡ്രസ്സ് ചെയ്യുന്നത്. അതെനിക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നി. വീണ്ടും പറയുന്നു, സ്പോയിലർ ആവുമെന്നുള്ളതിനെ കൊണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ മനുഷ്യന്മാരുടെ കുറച്ച് ഇമോഷൻസ് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അഡ്രസ്സ് ചെയ്യപ്പെടാതെ കോമഡി ആക്കി വെച്ചിട്ടുള്ള ഇമോഷൻസ് ഉണ്ട്, അതില്ലെന്നല്ല. പക്ഷേ അഡ്രസ്സ് ചെയ്യപ്പെടുന്ന സാധാരണ നമ്മൾ സിനിമയിൽ അധികം കാണാത്ത ചില മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ദറ്റ് വാസ് ഗുഡ്. പിന്നെ ഹ്യൂമർ അത്യാവശ്യത്തിനുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇതൊരു ഫാമിലി പരിപാടിയാണ്. അവരുടെ 2-3 ആളുകളുടെ ജീവിതത്തിൽ കുഞ്ഞു കുഞ്ഞു തമാശകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സ് ഫാമിലിയുടെ ഇടയിൽ വരുന്ന പോലത്തെ കുഞ്ഞു കുഞ്ഞു തമാശ കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ഒരു ഹ്യൂമർ ഇങ്ങനെ ചാലിച്ച് പോയിട്ടുണ്ട്. മറ്റേ പൊട്ടിച്ചിരിച്ച് കുന്തം പറഞ്ഞ അങ്ങനെയല്ല. സിനിമ തീരുന്നവരെ നമ്മളിങ്ങനെ സന്തോഷിപ്പിച്ചിരുത്താൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിട്ട് സിനിമ അങ്ങനെ മുന്നോട്ട് പോവാണ്. പിന്നൊരു കാര്യം,
നമ്മുടെ ഇന്ത്യൻ സിനിമ ഈ അടുത്ത കാലത്തായിട്ട് അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൊരു കാര്യമാണ്. പെണ്ണൊരു നോ പറഞ്ഞാൽ അത് നോയാണ്. അതിന് പിന്നെ പുറകെ നടന്ന് അതിന് എന്ത് കാരണം ഉണ്ടാവും. അവൾ നോ പറയുന്നത് ചിലപ്പോൾ അവൾക്ക് താല്പര്യമില്ലാതെ നോ പറഞ്ഞത് പോലും ആവും. പക്ഷേ നോ പറഞ്ഞാൽ അത് നോയാണ്, അക്സെപ്റ്റ് ചെയ്യണമെന്നുള്ളത് നമ്മൾ ആ ഒരു രീതിയിലെത്തി. പക്ഷേ ഈ സിനിമയിൽ ആണൊരു നോ പറഞ്ഞു കഴിഞ്ഞാൽ അത് നോയാവുന്നില്ല. കാരണം പെണ്ണ് യെസ് പറഞ്ഞാൽ പെണ്ണൊരു തീരുമാനം എടുത്തോ പിന്നെ അതങ്ങനെയാണ്. ഒരാണിനെ അവൾ സെലക്ട് ചെയ്യാൻ അവൾ ഒരു ക്രൈറ്റീരിയയും വെക്കാതെ അവൾ ഇഷ്ടപ്പെട്ട് കളയും. അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആണ്, പിന്നെ വേറെ വഴിയില്ല ആണുങ്ങൾക്ക് എന്ന് പറയുന്ന പോലത്തെ അങ്ങനത്തെ ഒരു പാറ്റേണിൽ പറഞ്ഞു വെപ്പുണ്ട്. ഇവിടെ സൂര്യയുടെ ക്യാരക്ടർ മുന്നോട്ട് വെക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ വളരെ വാലിഡുമാണ്. പക്ഷേ ഈ പറയുന്ന പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കുറച്ച് ശ്രമങ്ങളുടെയൊക്കെ ഭാഗമായിട്ടുള്ള കോൺവെർസേഷൻസ് വരുമ്പോഴാണ് ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് സിനിമ മുന്നോട്ട് വെക്കുന്നത്. പെണ്ണിൻ്റെ നോ പോലെ തന്നെ ആണിൻ്റെ നോയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ സിനിമ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോളിയായിട്ട് വലിയ ബ്രെയിനൊന്നും വർക്ക് ചെയ്യിപ്പിക്കാതെ ചുമ്മാ ഇരുന്ന് കാണാൻ പറ്റുന്ന എല്ലാത്തിൻ്റെയും പീക്കിലേക്ക്, അതായത് ഇപ്പോൾ ആക്ഷൻ ആണെങ്കിൽ ആക്ഷൻ്റെ പീക്കിലേക്ക്, റൊമാൻസ് ആണെങ്കിൽ റൊമാൻസിൻ്റെ പീക്കിലേക്ക്, കോമഡി ആണെങ്കിൽ കോമഡിയുടെ പീക്കിലേക്ക്, ഈ പറയുന്ന പീക്ക് എലമെൻസിലേക്കൊന്നും പോകാതെ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്ന് പറയുന്ന പോലെ ചുമ്മാ കണ്ടിരിക്കാൻ ഫാമിലിക്ക് പാക്കേജ് ആയിട്ടുള്ളൊരു രസമുള്ളൊരു സിനിമ. മമിതയും സൂര്യയും അവരുടെ കോംബോ നന്നായി വർക്ക് ചെയ്തിട്ടുള്ള നല്ല രസമുള്ള പാട്ടുകളും കുറച്ച് സീക്വൻസുകളും ഒക്കെയുള്ള അത്യാവശ്യം ഇമോഷണലി കണക്റ്റ് ആവുന്ന ഒരു രസമുള്ള കുഞ്ഞുപടം. ഇത് കുഞ്ഞുപടമായിട്ട് ആളുകൾ കരുതുന്നുണ്ടോ എന്നറിയില്ല. തിയേറ്ററിൽ ഭയങ്കര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉള്ളവർ ഇപ്പം നമ്മളും ചുറ്റും നോക്കുമല്ലോ, അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ നല്ലോണം എൻജോയ് ചെയ്തു. പക്ഷേ അത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. നിങ്ങൾക്ക് ഈ സിനിമ ചിലപ്പോൾ ഗംഭീര സിനിമയായിരിക്കും, ചിലപ്പം വെറും ക്രിഞ്ച് മാത്രമായിരിക്കും. അങ്ങനെ എങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനമെടുക്കാൻ കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുള്ളത്, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കേൾക്കുന്നൊരു ഡിസ്കഷനാണ്. അതായത് വിജയ് ഒഴിച്ചിട്ട് പോയിട്ടുള്ള ആ ഒരു ഗ്യാപ്പ്, അല്ലെങ്കിൽ വിജയുടെ ആ കസേര, ആ ഗ്യാപ്പ് നികത്താൻ സൂര്യയ്ക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് പറയുന്ന രീതിയിലുള്ള ചില സ്റ്റേറ്റ്മെൻറ്റുകൾ പോകുന്നുണ്ട്. അപ്പം വിജയ് പോയ ആ താരസിംഹാസനത്തിലേക്ക് സൂര്യ വരട്ടെ എന്ന് ആഗ്രഹിച്ച് അവർ പോസിറ്റീവായി പറയുന്നതായിരിക്കാം. പക്ഷേ വിജയ് പോയ ഗ്യാപ്പ് വേണ്ട സൂര്യയ്ക്ക് സൂര്യയുടേതായിട്ടുള്ള സ്പേസ് ഉണ്ടായിരുന്നു. ഒറ്റ പ്രശ്നം പുള്ളിയുടെ സ്ക്രിപ്റ്റ് സെലക്ഷനും അതുപോലെ പുള്ളി ചൂസ് ചെയ്യുന്ന ഡയറക്ടേഴ്സും ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സൂര്യ ഒരു ഗംഭീര ആർട്ടിസ്റ്റാണ്, ഒരു കിടുക്കൻ സ്റ്റാറാണ്. പുള്ളിക്ക് നല്ല സ്ക്രിപ്റ്റ് കിട്ടിയാൽ നല്ല മേക്കിംഗ് സ്പേസിലേക്ക് പുള്ളി വന്നു കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടാത്തൊരു ആക്ടറാണ്. പക്ഷേ അങ്ങേരുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ്റെ ആണ്. അതൊക്കെ ഒന്ന് പ്രോപ്പറായി വന്നു കഴിഞ്ഞാൽ ഒരാളുടെയും ഗ്യാപ്പ് വേണ്ട. സൂര്യ ഒരു സമയത്ത് ഈ പറയുന്ന ബാക്കി പല താരങ്ങളുടെയും പടങ്ങൾ 8 നിലയിൽ പൊട്ടുമ്പോഴും സൂര്യ ആരാധകരെ തട്ടി തിക്കും തിരക്കുള്ള എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ജിമ്മിലേക്ക് പോയിട്ടുള്ള ഒരു വലിയ വിഭാഗം ആൾക്കാരെ ജിമ്മിൽ എത്തിച്ചിട്ടുള്ളത് സൂര്യയാണ്. നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അങ്ങനെ ഒരു സിനിമയെ പറഞ്ഞതിൻ്റെയാണ്. അത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള, ഇത്രയും സ്നേഹം സമ്പാദിച്ചിട്ടുള്ളൊരു നടന് മറ്റൊരു നടൻ്റെ ഗ്യാപ്പിലേക്ക് വരേണ്ട കാര്യമില്ല. നല്ല സ്ക്രിപ്റ്റുകളൊക്കെ അദ്ദേഹത്തെ തേടി എത്തുകയാണെങ്കിൽ, നല്ലൊരു ടീമിലേക്ക് അദ്ദേഹം ചെന്ന് എത്തപ്പെടുകയാണെങ്കിൽ, സൂര്യ ഈസ് ദ വൺ ആൻഡ് ഓൺലി സൂര്യ.